കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. വെങ്കിടങ്ങ് സ്വദേശിനികളായ ജസ്ന, മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ച തൃശൂർ സ്വദേശികൾ. പാലപ്പിള്ളി കുണ്ടായിയിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവം. തൃശൂർ ഡെപ്യൂട്ടി DMO സ്കൂളിൽ സന്ദർശനം നടത്തി. സ്കൂളിൽ അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡെപ്യൂട്ടി DMO. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ്. പ്രതികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂരിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിൽ. 3 ബസ് മാറിക്കയറുന്നത് ഒഴിവാക്കാനാണ് അപകടയാത്ര. നമസ്കാരം. വാർത്തകൾ വിശദമായി. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. വെങ്കിടങ്ങ് സ്വദേശിനികളായ കുറ്റിക്കാട്ടിൽ ചാലിൽ ജസ്ന, മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ചത്. പാലക്കാട് സ്വദേശി റിയ, മകൾ ടൈറ, തിരുവല്ല സ്വദേശി ഗീത സോജി എന്നിവരാണ് മരിച്ച മറ്റ് മലയാളികൾ. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ ബസ് നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണം. 28 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അതിൽ 14 പേർ മലയാളികളായിരുന്നു. പാലപ്പിള്ളി കുണ്ടായിയിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. കുണ്ടായി എസ്റ്റേറ്റിന് സമീപം ചക്കിപ്പറമ്പ് ആദിവാസി നഗറിലാണ് സംഭവം. മലയൻ വീട്ടിൽ ശശീന്ദ്രൻ, ഭാര്യ സുനിത എന്നിവർക്ക് കൈയിലും വീടിനകത്തു നിന്നിരുന്ന ശശീന്ദ്രന്റെ സഹോദരൻ സത്യനും പരിക്കേറ്റു. വീടിന് സമീപത്തെ റോഡിന്റെ വശങ്ങൾ പൊട്ടിത്തെറിച്ചാണ് 3 പേർക്കും പരിക്കേറ്റത്. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറുകയായിരുന്നു. സമീപത്തുള്ള ശശീന്ദ്രന്റെ വീടിന് മുകളിലേക്കും മരങ്ങളിലേക്കും കോൺക്രീറ്റ് കഷ്ണങ്ങൾ തെറിച്ചു വീണു. വൈദ്യുത പോസ്റ്റിലെ ബൾബും പൊട്ടിച്ചിതറി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എൻ്റെ പേര് ശശീന്ദ്രൻ MP. രാവിലെ ഒരു 6:40 ഉണ്ടാവും. കുളി കഴിഞ്ഞ് വരുമ്പോൾ മഴ അങ്ങനെ ചാറിയൊക്കെ ഉണ്ടായിരുന്നു. ആ ചാറ്റ് മഴയോടി വരുമ്പോഴാണ്, കാനിന്ന് വരുമ്പോഴാണ് ഈ മുകളിൽ നിന്ന് വന്ന് വീണ് പൊട്ടണത്. പൊട്ടി കഴിഞ്ഞ് ബാക്കിൽ ഭാര്യ വരുന്നുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് കയ്യിൽ പൊള്ളലേറ്റു. 2-3 സ്ഥലത്ത് പൊള്ളലേറ്റുന്നുണ്ട്. ഭാര്യ കുറച്ച് ഉപ്പൊക്കെ എടുത്ത് പരട്ടി ഞാൻ മെഡിക്കലിലേക്ക് പറഞ്ഞു വിട്ടു. എനിക്കായിട്ട് മുഖമൊക്കെ ചുട്ടുപോച്ചലായിരുന്നു. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചു. തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ തുറന്നത്. കഴിഞ്ഞ ദിവസം സ്കൂളിന് അവധി നൽകിയിരുന്നു. LKG മുതൽ 4ാം ക്ലാസ് വരെ 510 കുട്ടികളാണുള്ളത്. 150 കുട്ടികൾ സ്കൂളിലെത്തിയിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അധ്യയനം പതിവ് പോലെ നടക്കുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രധാനാധ്യാപിക KS സുജിനി അറിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ തൃശൂർ ഡെപ്യൂട്ടി DMO ഡോക്ടർ TV അനൂപ് സ്കൂളിൽ സന്ദർശനം നടത്തി. പ്രധാന അധ്യാപികയുമായി ചർച്ച നടത്തിയതിനു ശേഷം സ്കൂൾ പരിസരവും കിണറും ശുചിമുറികളും പാചകപ്പുരയും ഡെപ്യൂട്ടി DMO പരിശോധിച്ചു. അതേസമയം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരവും ക്ലാസ് മുറികളും ശുചിമുറികളും അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡെപ്യൂട്ടി DMO അറിയിച്ചു. വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂവെന്നും നിർദ്ദേശിച്ചു. രോഗബാധിതരായ കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധന നടത്തിയിട്ടുണ്ട്. ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ കാരണം കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. ഒരു കുട്ടിയുടെ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ അമീബയുടെ വ്യാപനം ഇത്രയധികം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും ഡെപ്യൂട്ടി DMO അറിയിച്ചു.
ആരോഗ്യ വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് VR ഭരത് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു, ഡോക്ടർ നിഹാര എന്നിവരും ഡെപ്യൂട്ടി DMOയോടൊപ്പം ഉണ്ടായിരുന്നു. TCV എരുമപ്പെട്ടി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ സേവനം രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ തുടരാൻ തൃശൂർ ADM നിർദ്ദേശം നൽകി. ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർ സ്കൂളിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ADMനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇവിടെ ഡോക്ടർമാരെ വിന്യസിപ്പിക്കാനും ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നും ഇപ്പോൾ ADMനെ ഇവിടെ വിളിച്ചു പറയുകയും ADM ഉറപ്പു തരികയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊന്നാണ്, കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാവരും പരിശോധിക്കുന്ന രീതിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സ്കൂളിൻ്റെ ക്യാമ്പസിൽ വെച്ച് നടത്തണം. അത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. DMOനോട് എന്തായിരുന്നാലും ഇന്നത് ആവശ്യപ്പെടും. കുട്ടികളുടെ ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ മൊത്തം കുട്ടികൾക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തണം. മേലിൽ ഇങ്ങനെ ഒരു ഭക്ഷ്യ രംഗത്തുണ്ടാവുന്ന ഒരു ഇതുണ്ടാവാതിരിക്കാനുള്ള ഒരു സംവിധാനം. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. കൊരട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ മനേഷ് സെബാസ്റ്റ്യൻ, ബ്ലോക്ക് സെക്രട്ടറി ലിജോയ് ചാമക്കാല, മണ്ഡലം വൈസ് പ്രസിഡന്റ് സിബി തെക്കിനിയൻ, ജനറൽ സെക്രട്ടറി ഷാജു കള്ളിയത്തുപറമ്പിൽ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് DCC പ്രസിഡന്റ് പുറത്താക്കിയത്. ഇതോടെ പ്രാദേശിക തലത്തിൽ ഭിന്നത രൂക്ഷമായി. DCC പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പുറത്താക്കിയവരെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നു. KPCCക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണിവർ. വിദേശത്തുള്ള മകന്റെ അടുത്തേക്ക് പോകുന്ന മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യത്തിന് പകരം താൽക്കാലിക പ്രസിഡന്റിനെ നിയമിച്ചതോടെയാണ് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പകരം ചുമതല നൽകിയ ആൽബിൻ പൗലോസിനെ അംഗീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറായില്ല. I ഗ്രൂപ്പുകാരനായ ആൽബിനെ സനീഷ് കുമാർ ജോസഫ് MLA ഇടപെട്ട് A ഗ്രൂപ്പിലെത്തിച്ച് പ്രസിഡന്റാക്കിയെന്നാണ് ആക്ഷേപം. താൽക്കാലിക പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് ബഹളത്തിൽ മുങ്ങി. ചടങ്ങ് അലങ്കോലമാക്കിയതിൽ 4 പ്രവർത്തകർ സസ്പെൻഷനിലുമായി. പിന്നീട് MLAയുടെയും KPCC സെക്രട്ടറി A പ്രസാദിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗവും അലങ്കോലമായി. ഇരുവരെയും തടഞ്ഞുവയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രമുഖ പ്രാദേശിക നേതാക്കൾക്കെതിരെ DCC പ്രസിഡന്റ് നടപടിയെടുത്തത്. എന്തായാലും KPCC തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരത്തിന് വഴി തെളിയൂ. ന്യൂസ് ഡെസ്ക് TCV. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ് നടപടി തുടങ്ങി. പ്രതികൾ നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഗുരുവായൂർ ചാവക്കാട് മേഖലകളിലായി 1500ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. 50,000 മുതൽ 2.5 കോടി വരെ പലരും നിക്ഷേപിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപരിഹാരം ലഭിച്ച വൻ തുകകൾ പലരും ഫാം ഫണ്ടിനെ വിശ്വസിച്ച് നിക്ഷേപം നടത്തി. ഗുരുവായൂർ ബ്രാഞ്ചിൽ 14 ജീവനക്കാരുണ്ടായിരുന്നു. ഒരു മാസം 10 ലക്ഷം ടാർജറ്റ് ഉണ്ടായിരുന്ന ഇവർ പലരിൽ നിന്നും കടം വാങ്ങിയും വീടുകളിലെ സ്വർണം വിറ്റുമാണ് ലക്ഷ്യം കണ്ടിരുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഇപ്പോഴും പരാതികൾ കിട്ടുന്നു. നിലവിൽ ഫാംഫെഡ് ചെയർമാൻ രാജേഷ് പിള്ള, MD അഗിൻ ഫ്രാൻസിസ് എന്നിവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഗുരുവായൂർ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നടപടി തുടങ്ങി. ഫാംഫെഡിന്റെ ഗുരുവായൂർ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂർ SMT സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഇന്നും യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിലാണ്. ബസ്സിൽ പോകേണ്ടി വന്നാൽ 3 ബസ് മാറി കയറി വേണം സ്കൂളിലെത്താൻ. അതിനുവേണ്ടി വരുന്ന സമയവും പണവും ലാഭിക്കാനാണ് ഈ അപകട യാത്ര. കുത്താമ്പുള്ളിയിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം പുഴയ്ക്കപ്പുറമുള്ള സ്കൂളിലേക്ക് എത്താനാണ് വിദ്യാർത്ഥികൾ തോണിയിൽ യാത്ര ചെയ്യുന്നത്. വർഷങ്ങളായി കുട്ടികൾ ഇത്തരം അപകടയാത്ര നടത്തുന്നു. കടത്തുകാരനായ ഉണ്ണിക്കുട്ടൻ 5 രൂപ മാത്രമാണ് ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കുന്നത്. പല കുട്ടികളും പണം തന്നെ നൽകാറില്ല. എന്നും സ്വന്തം മക്കളെ പോലെ കണ്ട് ഒരു സേവനമെന്ന രീതിയിലാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതെന്നും ഉണ്ണിക്കുട്ടൻ പറയുന്നു. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പാലം പണിയുന്നതിനായി 33 കോടി 14 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പണി പൂർത്തിയായില്ല. വഞ്ചിയുടെ അടുത്തേക്കുള്ള വഴി കാടുപിടിച്ച് പന്നിക്കൂട്ടം ഏറെയുള്ളതിനാൽ പന്നികളുടെ ആക്രമണ ഭീഷണിയുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പാലത്തിലൂടെ നടന്നു പോവാനുള്ള സംവിധാനമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവില്ലാമല.
പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരവും പകർച്ചവ്യാധികൾ വ്യാപിപ്പിക്കുന്നതിനും കാരണമായ അറവുശാലയിലെ മാലിന്യം പാടത്തേക്ക് തള്ളുന്നതിനെതിരെ മാള പോലീസ് കേസെടുത്തു. ഇതു സംബന്ധിച്ച TCV വാർത്തയെ തുടർന്ന് മാള പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് വിവിധ വകുപ്പുകളിലായി പോലീസ് കേസെടുത്തത്. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന നിലയിൽ മാലിന്യം പൊതുസ്ഥലത്തേക്ക് തള്ളുന്നതിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച വാർത്തയുടെയും പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലാണെന്നും മാള SI KR സുധാകരൻ പറഞ്ഞു. സംഭവത്തിൽ അറവുശാല നടത്തിപ്പുകാരനായ ജോസ്, സ്ഥലമുടമ ഡേവിസ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വടമ കണ്ണൻകാട്ടിൽ ധർമ്മപാലനും കുടുംബവുമാണ് കിണറിലെ വെള്ളം മലിനമായതും ദുർഗന്ധവും ആരോഗ്യ പ്രശ്നവും കാരണം വീട്ടിൽ നിന്ന് താമസം മാറിയത്. അറവുശാലയിലെ മാലിന്യം ഒഴുകിയെത്തിയിരിക്കുന്നത് ഇവരുടെ കിണറിന്റെ 25 മീറ്റർ മാത്രം അടുത്തുള്ള പാടത്തേക്കാണ്. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളാണ് മാലിന്യം കാരണം ദുരിതത്തിലായിട്ടുള്ളത്. സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ സ്മരണയ്ക്കായി സുഹൃത്ത് സംഘം ഏർപ്പെടുത്തിയ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു. ഗുരുവായൂർ കൃഷ്ണവത്സം റീജൻസിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും എളവള്ളി നന്ദകുമാർ തയ്യാറാക്കിയ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്കൃത സർവകലാശാല മുൻ ഡീൻ ഡോക്ടർ PC മുരളി മാധവൻ മാടമ്പ് സ്മൃതി പ്രഭാഷണം നടത്തി. എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ, കലാമണ്ഡലം ഡീമഡ് യൂണിവേഴ്സിറ്റി സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K മണികണ്ഠൻ, MK ദേവരാജൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട, സിദ്ധൻ എളവള്ളി, ഷാജു പുതൂർ, ഡോക്ടർ അജിത്, കൃഷ്ണദാസ് മുരളി, തടാകം കുഞ്ഞി മുഹമ്മദ് ഹാജി, രവീന്ദ്രൻ പണിക്കർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിദ്യാധരൻ മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ടുകളെ കോർത്തിണക്കി പിന്നണി ഗായകരായ മഹാദേവനും പാർവതിയും നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കുടുംബവും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. പത്നി അനഘ ആർലേക്കർക്കും മകൾക്കും കൊച്ചുമകനുമൊപ്പമായിരുന്നു ദർശനം. ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ ഗവർണറെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പ്രമോദ് കളരിക്കൽ, M രാധ, അസിസ്റ്റന്റ് മാനേജർമാരായ ലജുമോൾ, സുഭാഷ് എന്നിവർ ചേർന്ന് ഗവർണറെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ആദ്യം കൊടിമര ചുവട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു. തുടർന്ന് നാലമ്പലത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച് കാണിക്കയർപ്പിച്ചു. കൊച്ചുമകനായി തുലാഭാര വഴിപാടും നടത്തി. കളഭവും തിരുമുടിമാലയും നെയ്യ് പായസവും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ സ്വീകരിച്ചു. ഗവർണറായി ചുമതലയേറ്റ ശേഷം 2ാം തവണയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗുരുവായൂരിൽ എത്തുന്നത്. വാഴാനി ഡാം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് വാൽവുകൾ തുറന്നു. 12.5 സെന്റിമീറ്റർ ഉയരത്തിലാണ് വാൽവ് തുറന്നത്. വടക്കാഞ്ചേരി പുഴയിൽ വെള്ളം കുറവായതിനാൽ പുഴയുടെ തീരത്തുള്ളവർ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. 51.42 മീറ്ററാണ് ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ്. 62.48 മീറ്ററാണ് പരമാവധി ജലനിരപ്പ്. കാലാവസ്ഥ മുന്നറിയിപ്പിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് സുരക്ഷിതമാക്കുന്നതിനാണ് വാൽവ് തുറന്നത്. AE PS സാൽവിൻ, ഓവർസിയർ PM വിവേക് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത്. ജലസേചന വകുപ്പ് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് കളക്ടറുടെ ഇന്നലെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പുഴയിലെ ലെവൽ പരിശോധിച്ച് പരിമിതമായ അളവാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ചെറിയ അളവിൽ വെള്ളം വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പുഴയിലൊരു വെള്ളം ഉയരുന്ന അവസ്ഥയോ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമോ നിലവിലില്ല. പിന്നെ മഴയുടെ അളവനുസരിച്ച് നമ്മളിത് ക്രമീകരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മളൊരു കരുതലായിട്ടാണ് ലെവൽ താഴ്ത്താൻ വേണ്ടി മാത്രമാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഇത് നമ്മളുടെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു ജലനിരപ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്ലൂയിസ് ഷട്ടർ ക്ലോസ് ചെയ്യുന്നതാണ്. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ലോകമലേശ്വര സ്വദേശിനി പനാണ്ടിവലയിൽ ബിനേഷിന്റെ ഭാര്യ 32 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66-ൽ നെടിയതലി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ
പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ സുമി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വറുതിയുടെ പെരുമഴയുമായി വീണ്ടും ഒരു ട്രോളിംഗ് നിരോധന കാലത്തിന് തുടക്കം. ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനമായിരിക്കും. എന്നാൽ പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നവർക്ക് വിലക്കില്ല. അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അഴീക്കോട് മുനമ്പം മേഖലയിലെ 15,000-ഓളം തൊഴിലാളികളെയാണ് നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്ധനവില വർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നെത്തുന്നത്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും 24 മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കുറിയും ഉയർന്നിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലം പൊതുവെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവിന്റെ കാലമാണ്. എന്നാൽ ഇക്കുറി കൊച്ചി ബേപ്പൂർ കപ്പൽ അപകടങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടുകൾക്ക് ട്രോളിംഗ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് ബോട്ട് ജീവനക്കാരനും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈതവളപ്പിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ മത്സ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷക്കാലമായി മത്സ്യ സമ്പത്തിന്റെ ലഭ്യതയിൽ വന്നിട്ടുള്ള ഇടിവിന്റെ ഭാഗമായി അവരെല്ലാവരും തന്നെ വലിയ കടക്കെണിയിലുമാണ് ഇന്നുള്ളത്. ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൃത്യമായൊരു പഠനം സർക്കാർ തലത്തിൽ നടത്തുകയും ബോട്ടുകളുടെ കാറ്റഗറി തിരിച്ചുകൊണ്ട് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകാൻ കഴിയാവുന്ന ബോട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊപ്പം തന്നെ മീൻ പിടിക്കാനുള്ള അനുവാദം കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ബൈക്കിലെത്തിയ ആൾ വഴിയാത്രക്കാരിയുടെ മാല കവർന്നു. കാര സ്വദേശി അഞ്ചലശ്ശേരി തമ്പിയുടെ ഭാര്യ ലളിതയുടെ മാലയാണ് കവർന്നത്. മോഷ്ടാവുമായുള്ള പിടിവലിക്കിടെ മാലയുടെ ഒരു ഭാഗം ലളിത കൈവശപ്പെടുത്തി. എടവിലങ്ങ് മരമില്ലിന് സമീപം പ്രിൻസിപ്പാൾ റോഡിലായിരുന്നു സംഭവം. വീട്ടുജോലിക്കാരിയായ ലളിത ജോലിക്ക് പോകുന്നതിനിടെ വഴി ചോദിക്കാനെന്ന വ്യാജേന ബൈക്കിലെത്തിയ ആൾ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പഞ്ചവാദ്യത്തിലെ താളപ്രമാണി ചേലക്കര സൂര്യനാരായണന്റെ സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. UR പ്രദീപ് MLA, തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, വൈസ് പ്രസിഡന്റ് M ഉദയൻ, വാദ്യകുലപതികളായ കോങ്ങാട് മധു, കുനിശ്ശേരി അനിയന്മാരാർ, പാഞ്ഞാൾ വേലുകുട്ടി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, തിരുവല്ലാമല രാജൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഏകദേശം ഒരു 50 കൊല്ലമായിട്ട് ഏറ്റവും അടുത്ത പരിചയത്തിലുള്ള ഒരു എൽത്താളക്കാരൻ, പിന്നെ എൽത്താള പ്രമാണിയായി ഞങ്ങൾ ഒരുമിച്ച് അനവധി പരിപാടികളൊക്കെ 4 ദിവസം മുമ്പ് വരെ കൂടി തൊഴിൽപരമായിട്ടും അതെ വ്യക്തിപരമായിട്ടും അതെ വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ്. ഈ രംഗത്തൊക്കെ തീർത്താതെ നഷ്ടം തന്നെയാണ്. ഇപ്പൊ എല്ലാവരും ബഹുഭാഗമായിട്ട് പറഞ്ഞാലും സത്യമാണ് അത്. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാര്യം തീരാ നഷ്ടമാണ്. പഞ്ചവാദ്യത്തിന്റെ താളത്തിന്റെ ഇതിൽ തന്നെ ഒരു നഷ്ടം. കേരളത്തിനകത്തും പുറത്തുമെല്ലാമായി അദ്ദേഹം ധാരാളം പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയ വ്യക്തിയും കൂടിയാണ്. ചേലക്കരയുടെ ഒരു അഭിമാനം കൂടിയാണ് പ്രിയപ്പെട്ട ചേലക്കര സൂര്യൻ. അദ്ദേഹത്തിന്റെ വേർപാട് ചെറിയ നഷ്ടമല്ല കലാരംഗത്തുള്ളായിട്ട്. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. വെട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE, ഈ നാടിന്റെ ധൈര്യം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ,
സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിതേ ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകൾ തുടരുന്നു. 5 പതിറ്റാണ്ടിലേറെയായി വാദ്യകലാരംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ഇലത്താള കലാകാരൻ സൂര്യനാരായണൻ. 2013 മുതൽ തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിലെ ഇലത്താളം പ്രമാണിയായിരുന്നു സൂര്യനാരായണൻ. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനകാലത്ത് തന്നെ ഇലത്താളം അഭ്യസിച്ചു തുടങ്ങി. അമ്മാവന്മാരായ ചേലക്കര കുട്ടപ്പൻ നായർ, ചേലക്കര ഉണ്ണികൃഷ്ണൻ നായർ എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പഠനം. അന്നമനട പരമേശ്വരന്മാരാരുടെ സന്തത സഹചാരിയായിരുന്നു. വാദ്യകലയിലെ മികവിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തിരുവല്ലോമല മേപ്പാടത്ത് പുത്തൻവീട്ടിൽ പ്രസന്നയാണ് ഭാര്യ. പ്രജിത, പ്രജീഷ് എന്നിവരാണ് മക്കൾ. TCV ന്യൂസ്, തിരുവല്ലോമല. കേച്ചേരി പാറന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ചൂണ്ടൽ മേലക്കാവ് സ്വദേശി പൊന്നാരശ്ശേരി വീട്ടിൽ മനോജിനാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ധീരജ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടെ ബൈക്ക് യാത്രികനെ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇയാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ മനോജിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. പുതുരുത്തി നെയ്യമ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ് യുവാവിന് പരിക്കേറ്റു. ആര്യമ്പാടം ഭാഗത്തു നിന്നും മങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനം മറ്റൊരു വാഹനത്തിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എതിർദിശയിൽ നിന്ന് വന്ന കാറുമായി കൂട്ടിയിടിച്ചത്. റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികൻ തെക്കുംകര പുന്നമ്പറമ്പിൽ സ്വദേശി ലിബിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ റോഡരികിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം തടികൾ വഴിയരികിൽ ഉപേക്ഷിച്ചത് അപകട ഭീഷണിയാകുന്നു. രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ഭീഷണിയായി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലും കാൽനടപ്പാതയിൽ ഉപേക്ഷിച്ച നിലയിലുമാണ് പലയിടത്തും മരത്തടികളുള്ളത്. മരങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇഴജന്തുക്കൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മാസങ്ങൾക്ക് മുൻപാണ് മരങ്ങൾ മുറിച്ചത്. എന്നാൽ അവ മാറ്റുന്ന കാര്യത്തിൽ അനാസ്ഥ തുടരുകയാണ്. പൊതുസ്ഥലത്ത് ഒട്ടേറെ മരങ്ങൾ ഇനിയും അപകട ഭീഷണിയായി നിൽക്കുന്നുണ്ട്. കാറ്റ് കനക്കുമ്പോൾ ഭീതിയോടെയാണ് വഴിയരികിൽ നിൽക്കുന്നതെന്ന് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു. സംസ്ഥാന പാതയിൽ അക്കിക്കാവ് കുന്നംകുളം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ വലിയ വാഹനങ്ങളുടെ മേൽ തട്ടുന്ന വിധത്തിൽ താഴ്ന്നു തുടങ്ങി. റോഡരികിലെ കടകൾക്കും ഭീഷണിയാണിവ. മുറിച്ച മരങ്ങൾ എടുത്തുമാറ്റിയും അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റിയും ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV കുന്നംകുളം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുഭാഷ് അരിമ്പൂർ അധ്യക്ഷനായി. പഴയകാല പ്രവർത്തകയായ 97 വയസ്സുള്ള ഏലിയ ഫ്രാൻസിസിനെ ചടങ്ങിൽ ആദരിച്ചു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ, അരിമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ്, മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PA ജോസ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ ജിജോ നീലങ്കാവിൽ, KU ഉമേഷ്, അലക്സ് പ്ലാക്കൻ, ബിബീഷ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. പോക്സോ കേസിൽ വടമ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് വടമ കുന്നത്തുകാട് സ്വദേശി അഴീക്കോട്ടുകാരൻ വീട്ടിൽ രാഹുൽ അറസ്റ്റിലായത്. പെൺകുട്ടിയെ കാണാതായ പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പണി തീരാത്ത വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്.
കാളമുറി മസ്ജിദ് മുബാറക്കിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് സൗഹൃദ സംഗമം നടത്തി. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് മുനീർ വരന്തരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കാളമുറി മഹല്ല് സെക്രട്ടറി പി വി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി യൂണിറ്റ് പ്രസിഡന്റ് പി എസ് ജമാൽ മുഹമ്മദ്, തണൽ സെക്രട്ടറി പി എം ഉസ്മാൻ, പ്രഭാകരൻ തോണിപ്പറമ്പിൽ, സുരേഷ് കൊച്ചുവീട്ടിൽ, റാസിഖ് പുതിയ വീട്ടിൽ, എം ഡി സുരേഷ്, സി ജെ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂരിലെ 3.5 വയസ്സുകാരികളായ ഇരട്ടകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. 2 വർഷത്തിനിടെ 100 കണക്കിന് റീൽസുകളിലൂടെ നിരവധി ആളുകൾ കണ്ട ആലിയും നീലുവുമാണ് ഈ താരങ്ങൾ. അരിമ്പൂർ വടക്കൂട്ട് വിനീഷ് അശ്വതി ദമ്പതികളുടെ മക്കളായ നിഹയും നിലയുമാണ് ഈ കൊച്ചുമിടുക്കികൾ. കട്ട ലാലേട്ടൻ ഫാൻസുകാർ കൂടിയായ ഇവർക്ക് ലാലേട്ടനെ അനുകരിച്ച് കാണിക്കാനും ഏറെ ഇഷ്ടമാണ്. ഈ ഒരു ഇഷ്ടം മൂലം മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രങ്ങളായ കുഞ്ഞാലിയിൽ നിന്ന് ആലിയും മംഗലശ്ശേരി നീലകണ്ഠനിൽ നിന്ന് നീലുവും എടുത്ത് ആലി നീലു എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികളുടെ റീൽസുകൾ അമ്മ പോസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ ഹിന്ദി ടീച്ചറാണ്. അപ്പോൾ ഹിന്ദി പാട്ടുകൾ കൂടുതൽ കേൾപ്പിച്ചിട്ട് അവര് ഒരു 2.5 വയസ്സ് 2.25 വയസ്സിന് തന്നെ ഒരു 10-40ഓളം പാട്ടുകൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ട്യൂണ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ലേ അമ്മ പാട്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ റാഫി മുഹമ്മദ് റാഫിയുടെ പാട്ടൊക്കെ ഞാൻ ഇത് റാഫിയാണ്, പിന്നെ നമ്മുടെ റഹ്മാൻ സാർ, അങ്ങനെയൊക്കെ അവർക്ക് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി പാട്ടുകൾ. അതുപോലെ തന്നെ ലാലേട്ടന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ ഫാൻസ് ആണ് രണ്ടുപേരും. ഡാൻസും പാട്ടും 1.5 വയസ്സ് മുതലേ ഇവർക്ക് ഇഷ്ടമാണ്. പലരെയും അനുകരിച്ച് കാണിക്കലും ഇഷ്ടമാണ്. ഇപ്പോൾ ആലിക്കും നീലുവിനും ആരാധകരും കുറവല്ല. ലാലേട്ടനോടാണ് ആരാധനയെങ്കിലും ഡാൻസിന് ഹിന്ദി പാട്ടുകളാണ് ഇഷ്ടം. പാട്ടുകൾക്കനുസരിച്ച് അണിഞ്ഞൊരുങ്ങിയുള്ള പ്രകടനം കൊണ്ട് ആരെയും ആകർഷിക്കുന്നതാണ് ഇവരുടെ റീലുകൾ. ആടിയും പാടിയും ആലിയും നീലുവും സമൂഹ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ പുതിയ റീൽസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. TCV തൃശൂർ. AIYF ഏങ്ങണ്ടിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ മേഖലാ പ്രസിഡന്റ് ഋതു രമേശ് അധ്യക്ഷയായി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി മുഖ്യാതിഥിയായിരുന്നു. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, അസിസ്റ്റന്റ് സെക്രട്ടറി PK രാജേശ്വരൻ, നേതാക്കളായ സേവ്യർ പുലിക്കോട്ടിൽ, PK സുദർശനൻ, ബിനീഷ് ചില്ലിക്കൻ, ബിനീഷ് CR, സാന്ദ്ര രാജീവ് എന്നിവർ സംസാരിച്ചു. ഒരു കുട്ടിയെ മാത്രമേ വിദ്യാഭ്യാസം കിട്ടുള്ളൂ എന്നുള്ള ഇവിടെ സംസ്ഥാന സെക്രട്ടറി അരിമ്പൂർ കൈപ്പിള്ളി ആറാങ്കല്ല് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പദയാത്ര നടത്തി. എറവ് ആറാങ്കല്ലിൽ നിന്നും കൈപ്പിള്ളി വഴി അരിമ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്കാണ് പദയാത്ര സംഘടിപ്പിച്ചത്. പദയാത്ര DCC സെക്രട്ടറി അഡ്വക്കേറ്റ് V സുരേഷ് കുമാറും സമാപന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബും ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. P മണികണ്ഠൻ, PA ജോസ്, CP ജോർജ്, CL ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു.
ചാഴൂർ കുറുമ്പിലാവ് പല്ലവി അങ്കണവാടിയുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. നാട്ടിക നിയോജക മണ്ഡലത്തിലാകെയുള്ള അങ്കണവാടികളിൽ ബേബി മാറ്റുകളും ഫർണിച്ചറുകളും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഉടനെ അനുവദിക്കുമെന്ന് MLA അറിയിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗം പ്രിയ ശോഭിരാജ്, സെക്രട്ടറി ജോയ്സി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടര വർഷം മുമ്പ് ദേശീയപാതയിൽ കത്തിനശിച്ച വാഹനം കാഴ്ചക്കാർക്ക് അപശകുനമായി ഇപ്പോഴും റോഡരികിൽ. ദേശീയപാതയിലെ കൊടകര ഗാന്ധിനഗർ ജംഗ്ഷനിലെ സർവീസ് റോഡരികിലാണ് അഗ്നിക്കിരയായ വാഹനം കാട് മൂടിക്കിടക്കുന്നത്. തൃശൂരിൽ ആശുപത്രിയിലേക്ക് സ്കാനിംഗ് മെഷീൻ എത്തിച്ച് ആലുവയിലേക്ക് തിരിച്ചു പോകുകയായിരുന്ന ഗുഡ്സ് ഓട്ടോയാണ് 2023 ജനുവരി 27 കൊടകര മേൽപ്പാലത്തിൽ വെച്ച് കത്തിനശിച്ചത്. തീ പടരുന്നത് കണ്ട് വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടതിനാൽ ആളപായമുണ്ടായില്ല. സംഭവത്തെ തുടർന്ന് മേൽപ്പാലത്തിൽ നിന്ന് നീക്കിയ വാഹനം ഗാന്ധിനഗറിലെ സർവീസ് റോഡരികിൽ കൊണ്ടിടുകയായിരുന്നു. ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലൂടെ കനകമല, മേച്ചിറ പ്രദേശങ്ങളിലേക്കുള്ള വാഹനങ്ങൾ തിരിയുന്ന ഭാഗത്ത് മാസങ്ങളോളം ഈ വാഹനം കിടന്നു. റോഡരികിൽ വാഹനം കിടക്കുന്നത് മൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് സംബന്ധിച്ച് മാധ്യമ വാർത്തകൾ വന്നപ്പോൾ വാഹനം സർവീസ് റോഡരികിലെ കാനയുടെ സ്ലാബിന് മുകളിൽ കയറ്റിയിടുകയായിരുന്നു. വള്ളിപ്പടർപ്പുകൾ മൂടി ഇപ്പോഴും റോഡരികിൽ കിടക്കുകയാണ് ഈ വാഹനം. TCV ന്യൂസ്, കൊടകര. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ഈ മാസം 13, 14, 15 തീയതികളിൽ അളഗപ്പ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 13 വൈകിട്ട് പാർട്ടി ജന്മശതാബ്ദി പതാകകൾ ഉയർത്തും. 14, 15 തീയതികളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. CPI ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ PK ശേഖരൻ, KM ചന്ദ്രൻ, KR അനൂപ്, CU പ്രിയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയ ഫുട്ബോൾ പരിശീലകനായിരുന്ന TK ചാത്തുണ്ണിയുടെ 1ാം ചരമവാർഷികം ജൂൺ 12 സംഘടിപ്പിക്കും. ചാലക്കുടി നഗരസഭയും പൌരാവലിയും സംയുക്തമായി ഒരുക്കുന്ന ഫുട്ബോൾ മൈസോൺ വൈകിട്ട് 5 പുത്തുപറമ്പ് മൈതാനിയിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. TK ചാത്തുണ്ണിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡ് വിക്ടർ മന്നിലേക്ക് സമ്മാനിക്കും. കാൽപന്ത് കളിയിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ചാലക്കുടി ഇണ്ണുനീലി വായനശാലയിലെ സ്പോർട്സ് അക്കാദമിക്കും നൽകും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പറപ്പൂക്കര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്ന് മുതൽ കൊളത്തൂർ വരെയുള്ള 2 കിലോമീറ്റർ സർവീസ് റോഡ് ഇപ്പോഴും കടലാസിൽ തന്നെ അവശേഷിക്കുന്നു. സർവീസ് റോഡ് ഇല്ലാത്തതാണ് ഇവിടെ സ്ഥിരം അപകട മേഖലയായി മാറിയിരിക്കുന്നത്. ഉളുമ്പത്ത് കുന്നിൽ സർവീസ് റോഡിനായി ഭൂമി ഏറ്റെടുത്തത് കാടുമൂടി കിടക്കുകയാണ്. സർവീസ് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്ത് ഏതാനും വർഷം മുൻപ് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. കൊളത്തൂർ പാടത്ത് സർവീസ് റോഡിന് പകരം റെയിൽ ഗാർഡുകളും മയിൽക്കുറ്റികളും കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പരാതികൾ ഏറുമ്പോൾ ദേശീയപാത അധികൃതർ ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിക്കും. സർവീസ് റോഡിന്റെയും കാനകളുടെയും പണി ഉടനടി പൂർത്തീകരിക്കുമെന്ന് പറയുന്നതല്ലാതെ നടപടിയുണ്ടാകുന്നില്ല. ഉളുമ്പത്ത് കുന്നിലും കൊളത്തൂരിലും യൂട്ടേൺ സൗകര്യമില്ലാത്തതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഉളുമ്പത്ത് കുന്നിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കൊളത്തൂരിലേക്ക് ഓട്ടോ വിളിച്ചു പോകുന്നവർക്ക് 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള നെല്ലായ് ജംഗ്ഷനിൽ എത്തി റോഡ് മുറിച്ചു കടന്ന് തിരികെ വരേണ്ട സ്ഥിതിയാണ്. കൊളത്തൂർ വെള്ളപ്പാലവും തൂപ്പങ്കാവ് പാലവും വീതി കൂട്ടി പുനർനിർമ്മിച്ചാലേ ഈ മേഖലയിൽ സർവീസ് റോഡ് നിർമ്മാണം നടത്താനാവൂ. തൂപ്പങ്കാവ് പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഏതാനും വർഷം മുൻപ് ഒരു ഭാഗത്ത് തൂണുകൾ നിർമ്മിച്ചെങ്കിലും തുടർപണികൾ നടന്നില്ല. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയും തയ്യാറാകണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളിൽ നിന്ന് ഉയരുന്നത്. TCV ന്യൂസ്, കൊടകര. കഴിഞ്ഞ ദിവസം കടങ്ങോട് മല്ലൻകുഴിയിലുണ്ടായ സംഘടനവുമായി ബന്ധപ്പെട്ട് 3 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാമിപ്പടി സ്വദേശികളായ പ്രചോദ്, അനൂപ്, ജിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. മല്ലൻകുഴി കാണുവാനായി എത്തിയവരുമായാണ് സംഘട്ടനമുണ്ടായത്. ബൈക്കുകൾ പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘട്ടനത്തിൽ കലാശിച്ചത്. കടങ്ങോട് മടപ്പാട്ടുപറമ്പിൽ പ്രവീൺ, പന്നിത്തടം വടക്കൂട്ട് വിഷ്ണു, സഹോദരൻ ശ്രീരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്.
വേലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ തെങ്ങിൻ തൈ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ അധ്യക്ഷയായി. കൃഷി അസിസ്റ്റന്റുമാരായ ബൈജു ഫ്രാൻസിസ്, ബി സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,888 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. വെങ്കിടങ്ങ് സ്വദേശിനികളായ ജസ്ന, മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ച തൃശൂർ സ്വദേശികൾ. പാലപ്പിള്ളി കുണ്ടായിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവം. തൃശൂർ ഡെപ്യൂട്ടി DMO സ്കൂളിൽ സന്ദർശനം നടത്തി. സ്കൂളിൽ അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡെപ്യൂട്ടി DMO. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ്. പ്രതികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂരിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിൽ. 3 ബസ് മാറിക്കയറുന്നത് ഒഴിവാക്കാനാണ് അപകടയാത്ര. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.